നീ എന്താ ചിരിക്കുന്നേ? നീ എന്താ ചിരിക്കുന്നേ? പറയ്. ഓ, ആ, ഒരു ചാർജർ, ആ, ഫോൺ ചാർജർ ആ. മോള് തപ്പി 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 നടക്കുക. അപ്പൊ എന്റെ അടുത്ത് ഒബ്വിയസ്ലി കുറെ നേരം തപ്പി കഴിഞ്ഞിട്ടായിരിക്കും എന്റെ അടുത്ത് വന്നിരിക്കും, മമ്മ where did you keep my charger? ഇങ്ങനെയാണ് വന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ ചാർജർ വൈ ഷുഡ് ഐ ടേക്ക്? ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. അല്ല, വെൻ യു ക്ലീൻ എടുത്തിട്ടുണ്ടാവും, മമ്മ എവിടെങ്കിലും വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ, അക്കു, ഞാൻ റൂമില് അത് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നേ ഉള്ളൂ. ആ ഷട്ടിന്റെ ടേബിളിന്റെ പുറത്താ, ഞാൻ ആ ടേബിളിന്റെ പുറത്ത് നോക്കാറേയില്ല. പക്ഷെ കണ്ടു, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അതാ എടാ അവിടെ ഉണ്ട്. പിന്നെ പറഞ്ഞു, ഇല്ല അമ്മ, അവിടെ ഇല്ല, ഞാൻ അവിടെയൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു, പ്ലീസ് ഗോ ചെക്ക്. എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടവലോ എന്തെങ്കിലും അതിന്റെ മുകളിൽ കിടപ്പുണ്ടാവും. അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇന്ന് രാവിലെ കണ്ടതാ. സമ്മതിക്കുന്നില്ല. മമ്മ വന്ന് നോക്ക് എന്ന് പറഞ്ഞു. വരെ നീ ഞാൻ പോയി നോക്കിയ. ഞാൻ അങ്ങനൊന്നും എന്റെ ടൈം കളയോ. ഞാൻ പറഞ്ഞു, ഓക്കെ, ആ, എനിക്ക് എന്തെങ്കിലും തരണം, ആ, ഒരു 50 റുപ്പീസ് തരണം, ആ. ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞു. 50യോ ചാർജറിനോ? ഞാൻ പറഞ്ഞു, ശരി വേണ്ട, 10 റുപ്പീസ് എങ്കിലും തരണം, എന്റെ ടൈം ഈസ് സോ പ്രഷ്യസ്. എന്നിട്ട് പോയി നോക്കിയപ്പോ സെയിം സ്ഥലത്ത് തുണിയല്ല, ആക്ച്വലി ബുക്കായിരുന്നു, അതിന്റെ മുകളിൽ ഇങ്ങനെ ബുക്ക് ഇരിക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് ദിസ്? ഉടനെ എന്റെ അടുത്ത് പറയാ, ഇപ്പൊ കൊണ്ടുവച്ചതല്ലേ എന്ന്. അതെ, എനിക്ക് സംശയമുണ്ട്. നീ 10 രൂപയ്ക്ക് വേണ്ടി അത് ചെയ്തല്ലേ രഞ്ജു? സത്യം പറ. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും കാണാണ്ട് പോകുമ്പോ ഞാൻ നിന്നെ വിളിക്കാം, 10 രൂപ തരാം കേട്ടോ, ഒന്ന് കണ്ടുപിടിച്ചതാ. അപ്പൊ ഉടനെ പറയാ, എന്നിട്ട് ഉടനെ ഹസ്ബൻഡ് വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ കിടന്ന് രണ്ട് ബഹളം എന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളിക്കാരൻ വിചാരിച്ചു ഞങ്ങൾ അടി ഉണ്ടാക്കാന്ന്. പക്ഷെ അടിയല്ലായിരുന്നു, ചിരിയായിരുന്നു. അപ്പൊ ഉടനെ മോള് പറഞ്ഞു, പപ്പ ഇങ്ങനെ പറ്റി, മമ്മ കൊണ്ട് വെച്ചാന്നാ എനിക്ക് തോന്നുന്നേന്ന്. ഉടനെ പപ്പ, നിന്റെ മമ്മയ്ക്കുണ്ടല്ലോ എവിടെ എന്ത് ഈ വീട്ടിലിരുന്നാലും എല്ലാം അറിയാം. നമ്മൾ പോയി ചോദിച്ചാൽ മതി, ആ ഇന്ന പ്ലേസിൽ അവിടെ വെച്ച് ഇന്ന ദിവസം കണ്ടിരുന്നു എന്ന് വരെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. നിനക്ക് ശരിക്കും അറിയാലേ? എല്ലാ സാധനങ്ങളും അറിയാം. എനിക്കറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോഴും നമുക്ക് സ്വയം പുകഴ്ത്തിയാൽ മതിയല്ലോ. റോട്ടിലേക്ക് ഇറങ്ങിയാൽ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയോ? ഏറ്റവും തമാശ കേൾക്കണോ? ഇപ്പൊ ബാക്കി സമയത്ത് ഇപ്പൊ വീട്ടിലിപ്പോ നമ്മള് ശരിയാ ഒരു സാധനം വെച്ചു കണ്ടില്ല, പോയി വലിയ ആളായിട്ട് തപ്പിക്കെടുത്ത് കൊടുക്കും. ഞാൻ റോട്ടിലേക്ക് ഇറങ്ങിയ ഒരു ഷോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്കോ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അവിടുന്ന് റൈറ്റ് എടുക്കുന്നോ ലെഫ്റ്റ് എടുക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ്. ഞാൻ നോക്കുക നോക്കുക നോക്കുക, എനിക്ക് കാണാനില്ലടാ. എന്താന്നറിയില്ല. എന്നിട്ട് ദേ, ഒരു മിനിറ്റ്, ആ, ചെണ്ട എന്ന് മദളത്തിനോട് പറയുന്ന പോലെയുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് വീട്ടിലൊരു ഭയങ്കര ആന്റിന സെൻസ് വർക്കിംഗ്. ആണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങുമ്പോഴേക്കും അവർക്ക് എന്തും ഒരു പ്രാവശ്യം പോയ റൂട്ട് അവർ ക്ലിയർലി നെക്സ്റ്റ് ടൈം കൊണ്ടുപോവേ. വേറെ ഞാൻ 100 പ്രാവശ്യം പോയാലോ, ഹലോ അവിടെ എത്തി, ഇനി എങ്ങോട്ട് തിരിയണം, അങ്ങനെയല്ലേ? ഞാൻ പക്ഷെ ഇതൊന്നും നിനക്കറിയോ, എന്റെ കൂടെ വന്നിരിക്കുന്നവരാരും പറയില്ല എനിക്ക് റൂട്ട് അറിയില്ല എന്ന്. ഞാൻ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ തെറ്റിച്ചിട്ടില്ല. അത് നീ ഇരുന്നപ്പോഴല്ലേ, ഹലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയട്ടെ, നീ ആദ്യം എന്റെ വേർഷൻ കേക്കൂ. ഞാൻ കാറിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഗൂഗിൾ മാപ്പ് ഇടും. 100 പ്രാവശ്യം പോയ അതേ വഴിയായിരിക്കും, എന്നാലും ഗൂഗിൾ മാപ്പ് ഇടും. എന്തിനാന്നറിയോ, എന്നിട്ട് ഞാൻ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ പറയും, ഓ ചുമ്മാതെ അതങ്ങ് കണക്ട് ചെയ്ത് ഇട്ടതാ, എനിക്ക് അത് വഴി അറിയാം. പറഞ്ഞോട്ടെ. എന്നിട്ട് എന്താ പറയാ, കണ്ണു വെച്ച് അവിടെ കണ്ടിട്ട് നോക്ക്, കറക്റ്റ് വഴി കൂടെ അല്ലേ പോണെ. നിന്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് എന്റെ വഴി തെറ്റുന്നത്. അത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററിലാണ് വഴി തെറ്റിയത്. അത് വർത്തമാനം പറഞ്ഞ് എന്റെ കോൺസെൻട്രേഷൻ മുഴുവൻ കളഞ്ഞിട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പോകെ പോകെ ഒരു പുതിയ ആപ്പ് വരും, നിനക്കറിയോ? എന്താണ് ആപ്പ്? വീട്ടിലെ ഓരോ സാധനങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആപ്പ് ഫോണിൽ ഇപ്പൊ ആൾക്കാർ ഡിസ്കവർ ചെയ്യും. ആ എന്നിട്ട് ഈ നമ്മൾ വഴി ചോദിച്ചിട്ട് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് വഴി പറയുന്ന പോലെ ഈ ആപ്പിൽ മൈ ചാർജർ എന്ന് പറഞ്ഞിട്ടാല് ആപ്പ് നിങ്ങളെ കൊണ്ടുപോയി ഗോ ലെഫ്റ്റ് ഗോ റൈറ്റ് ഓൺ ദ മൈ ടേബിൾ. ചാർജർ, മൈ ബ്രഷ്, മൈ ടൂത്ത് പേസ്റ്റ് ആപ്പിന് മതിയോ? അല്ലേ? അപ്പൊ അതൊരു പേരിട്, എന്ത്? എന്നൊരു പേരിടണം. ഉം. ആ പുതിയ ആപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ആപ്പിന് എന്ത് പേര്? നീ 2-3 ഓപ്ഷൻ പറയും. ബാക്കി എല്ലാവരും 4-5 ഓപ്ഷൻ തരൂ ട്ടോ. വീട്ടിന്റെ അകത്ത് സാധനങ്ങൾ തിരയാനുള്ള ഒരു സെർച്ച് ആപ്പ്. ആ നമ്മളത് ഡെവലപ്പ് ചെയ്ത് വരാട്ടോ. നമ്മൾ എല്ലാത്തിനും എപ്പോഴും പുതിയ പുതിയ ഐഡിയാസ് കൊടുക്കുന്ന ആൾക്കാരാ. നല്ല സ്വയം ഐഡിയ. ഇരുന്ന് പുകഴ്ത്തി ഞാൻ നന്നായിട്ട് വീട് നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിലേക്ക് ഇറങ്ങിയാൽ റോഡ്. അതിനല്ലേ ഗൂഗിൾ മാപ്പ്. അപ്പൊ വീട്ടിലൊരു ആപ്പ് ഉണ്ടാക്കി കൊടുക്കൂ. ആ നേരം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിപ്പുണ്ടെന്ന് പറയുന്ന.
അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ? നമുക്കിപ്പോ റോഡ് അറിയാത്തവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വഴി അറിയാൻ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ. വീട്ടിന്റെ അകത്ത് ഇങ്ങനെ രഞ്ജുവിന്റെ പോലത്തെ വളരെ സ്മാർട്ടായ ലേഡീസ് ഹലോ, ഉണ്ടെങ്കിൽ നീയും കണ്ടുപിടിക്കുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കുറച്ച് പറയണ്ട. അവള് ഭയങ്കര അധികമാണ്. അവളുടെ ഹാൻഡിന്റെ ഭയങ്കര സ്മാർട്ടറാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. ആരുടെ അടുത്താണോ നല്ല സെൻസ് ഉള്ള വീട്ടിന്റെ അകത്ത് സാധനം കണ്ടുപിടിക്കാൻ റോട്ടിൽ ഇറങ്ങിയാൽ വഴി അറിയാണ്ടിരിക്കുന്ന ഒരു സെൻസും ഉണ്ട്. അങ്ങനെയുള്ളവർക്കും എല്ലാം ബ്ലെസ്സിങ് ആയി കൗണ്ട് ചെയ്യാം ട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Ren and go.